എല്ലാവർക്കും നമസ്കാരം. ആർട്ടോലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീ PS ദിനേഷ്, ഐ എം ഫൈൻ ആർട്ടിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടന്റ് PS ജയയുടെ ആർട്ട് കാറ്റലോഗിലൂടെയുള്ളൊരു യാത്രയാണ്. കേരളത്തിലെ ചിത്രകാരികളിൽ കലയിൽ കൃത്യമായ രാഷ്ട്രീയമുള്ള ഒരു ചിത്രകാരിയാണ് PS ജയ. PS ജയ ചിത്രകാരി മാത്രമല്ല, നല്ലൊരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ജയയുടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു പെർഫോമൻസാണ് 125 Days in Her Black Story. പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിനുള്ളിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ അതിജീവനത്തെപ്പറ്റിയുള്ള വിഷയങ്ങളാണ് ചിത്രങ്ങളിലൂടെ ജയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. PS ജയ പറയുന്നത് കേൾക്കുക. കല ചെയ്യുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ് എന്നും ആസ്വാദനത്തിനപ്പുറം കല ഒരു ടൂൾ ആണെന്നും കലയ്ക്ക് സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കി. കലയുടെ ഭാഷയ്ക്ക് നിശ്ചിതമായ അളവോ രൂപമോ ഒന്നും പരിമിതിയല്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. ജയയുടെ ഏറ്റവും പുതിയ എക്സിബിഷൻ കേരള ലളിതകലാ അക്കാദമിയുടെ ഗ്രാൻഡോടുകൂടെ ആലപ്പുഴയിലുള്ള അക്കാദമിയുടെ ഗാലറിയിൽ നടക്കുകയുണ്ടായി. സെലിബ്രേറ്റിംഗ് ഫെയിലിയർ എന്നായിരുന്നു ആ സോളോ എക്സിബിഷൻ്റെ ടൈറ്റിൽ. 2021 ഏപ്രിൽ 13 മുതൽ 20 വരെയായിരുന്നു സോളോ ഷോ നടന്നത്. ഈ എക്സിബിഷൻ്റെ കാറ്റലോഗ് എനിക്ക് ലഭിച്ചപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യമായി കാറ്റലോഗിൻ്റെ സെലിബ്രേറ്റിംഗ് ഫെയിലിയർ എന്ന ടൈറ്റിലിംഗ് ആണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. രണ്ടാമതായി അതിൻ്റെ മനോഹരമായ വർക്കുകളാണ്. പിന്നീട് അതിൻ്റെ ലേഔട്ടിംഗ് ഡിസൈനാണ്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, PS ജയയുടെ സഹോദരിയും കലാകാരിയുമായ PS ജലജിയുടെ റൈറ്റപ്പും. വ്യക്തിപരമായി പറഞ്ഞാൽ ഒത്തിരി നല്ല ഒരു കാറ്റലോഗ്. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. PS ജയയുടെ ആർട്ട് കാറ്റലോഗിൻ്റെ വീഡിയോയിലേക്ക് നമുക്കൊരു യാത്ര പോവാം.
ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് PS ജയയുടെ കാറ്റലോഗിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. കൂടാതെ ബെൽ ഐക്കോൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.